ഹരികൃഷ്ണ. ദേവീപീഠത്തിൻ്റെ ഉൽപ്പത്തി. ദക്ഷയാഗത്തിൽ സതീദേവി ദേഹത്യാഗം നടത്തിയതിൽ കുപിതനായിത്തീർന്ന പരമശിവൻ ദക്ഷന് നേരെ അലറി, ഹേ ദുഷ്ട, സാധുവായ എൻ്റെ പത്നിയെ മരണത്തിലേക്ക് നയിച്ച നിന്നോട് ക്ഷമിക്കുവാൻ എനിക്കാവില്ല. നിന്റെ അവസാനവും ഇന്നു തന്നെയാണ്. അനന്തരം പരമശിവന്റെ കോപാഗ്നിയിൽ നിന്നും പിറന്ന വീരഭദ്രൻ, ഭദ്രകാളി എന്നീ ഭീകരമൂർത്തികൾ ദക്ഷനെ വധിച്ചു. ദക്ഷന്റെ വധത്തിന് ശേഷവും പരമേശ്വരന്റെ കോപം അടങ്ങിയില്ല. അദ്ദേഹം ചിതയിൽ കിടന്ന തൻ്റെ പ്രിയപത്നി സതീദേവിയുടെ ശവശരീരം എടുത്ത് തോളിലിട്ടു. എന്നിട്ട് ഭ്രാന്തനെ പോലെ ചുറ്റി നടന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ശിവന്റെ മാനസിക നിലയ്ക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ഏതു വിധേനയും ഭഗവാനെ പൂർവ്വരൂപത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ചിന്ത ദേവകളെ പരിഭ്രമിച്ചു. ദേവാദികൾ വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം ബോധിപ്പിച്ചു. അല്ലയോ അനന്തശായിയായ ഭഗവാനെ, സതീദേവിയുടെ മൃതദേഹവും വഹിച്ച് ഭ്രാന്തനായി അലയുന്ന ശിവശങ്കരന്റെ നില അനുദിനം വഷളാവുകയാണ്. ഈ നില തുടരുന്ന പക്ഷം പരമേശ്വരൻ പൂർണ്ണമായും ഭ്രാന്തനായി മാറും. സ്വകർമ്മങ്ങൾ മറന്ന് ഭ്രാന്തനായി മാറുന്ന മൂർത്തിയെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളെ ഭയവിഹ്വലരാക്കുന്നു. അങ്ങയുടെ തുണ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. മഹാവിഷ്ണു, സതീ ദുഃഖത്തിൽ നിന്നും പരമശിവന്റെ മനസ്സിനെ അങ്ങ് മാറ്റിയെടുത്താലും. ദേവകളെ മഹാവിഷ്ണു സാന്ത്വനിപ്പിച്ചു. ദേവകളെ, പരമേശ്വരന്റെ വേദന അകറ്റുക അത്ര ലളിതമായ പണിയല്ല. സുഖദുഃഖങ്ങൾ ഒരേ തലത്തിൽ കാണാൻ സാധിക്കുന്ന ജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിവുകളാണ് സതീദേവി. ആ മുറിവുണക്കുക നിസാരമല്ല. എങ്കിലും ദേവകളെ, നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. പരിഹാരമില്ലാത്ത ദുഃഖമില്ലല്ലോ. അതിനുശേഷം മഹാവിഷ്ണു ഒരു അമ്പും വില്ലും എടുത്തുകൊണ്ട് ആരും കാണാതെ ശിവനെ അനുഗമിച്ചു. അദ്ദേഹം അവസരം കിട്ടുമ്പോഴെല്ലാം ശങ്കരന്റെ തോളിൽ കിടന്ന സതിയുടെ മൃതദേഹത്തിൽ ശരം ഏൽപ്പിച്ചു കൊണ്ടിരുന്നു. ശരാഘാതങ്ങളേറ്റ് സതീദേവിയുടെ ശവശരീരം പല കഷ്ണങ്ങളായി മുറിഞ്ഞ് പലയിടത്തും ചിതറി വീണു. ഒടുവിൽ സതീദേവിയുടെ ശവശരീരം പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോൾ പരമശിവൻ ഏകനായി കൈലാസത്തിലേക്ക് മടങ്ങി. ഇപ്രകാരം സതീദേവിയുടെ ശവശരീരത്തിൻ്റെ കഷ്ണങ്ങൾ വീണ 108 ദിക്കുകൾ പിന്നീട് ദേവീപീഠം എന്ന പേരിൽ അറിയപ്പെട്ടു.